സകൃതകൃതാവായ നാട്ടുകാരെ, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ തുടങ്ങാല്ലേ? ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ഒക്കെ കഴിഞ്ഞ ദിവസം കയറിയ ഒരു മരപ്പട്ടിയുണ്ട്. ഗോപ കേട്ടില്ല. ആ മരപ്പട്ടിയെ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി. അത് ഞാനാണ്. ഇവിടെ ഇരിക്കണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. നല്ല മൊഞ്ചുള്ള കൊച്ച്. നമ്മൾ എങ്ങനെയാ ഇവനെ കൊണ്ട് കളയാ? ആ മരപ്പട്ടി വിജയനേക്കാൾ അന്തസ്സോടുകൂടി ഈ ആഭ്യന്തര വകുപ്പ് കൈയാളുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ബോധ്യമുണ്ട്. യവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. നമ്മളെന്തിനാ വല്ലവന്റെ കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? ആരോ അധികം മുട്ടണു. ആരാവോ? നീ പോയി വാതിൽ തുറക്ക്. നീ പോയി തുറക്ക്. അതല്ല, നീ പോയി തുറക്ക്. ആ പയ്യൻ കൊള്ളാവല്ലോ. അവനെ നാളെ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം. നല്ല ഉശിര് അല്ലേ? അത് പിന്നെ കാണാതിരിക്കോ? താൻ അറിയോ അയാളെ? അറിയും. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്തു ബന്ധം? അവന്റെ ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. താമസിക്കുന്ന മേനോൻ സാറിന്റെ വീട്ടിലും. ഇവരുടെ വീടാണ് ഒരു വീട്, കുടുംബം ഒരു കോവിൽ. ആ മരപ്പട്ടിയേക്കാൾ കഷ്ടമായി. അതെ, നീ പറഞ്ഞത് എനിക്ക് കുറച്ച് ഫീലിംഗ് ആയിട്ടുണ്ട്. മരപ്പട്ടിയുടെ അത്ര പോലും ബുദ്ധിയോ വിവേകമോ ചിന്തയോ ഇല്ലാത്ത പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ ഇവൻ തന്നെയാ പ്രശ്നം. ഇരിക്കുന്നവ മുടിയും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അപകടങ്ങൾ പലതും സംഭവിക്കും. എന്റെ ഈശ്വര, എന്തായി കേക്കണേ? നിങ്ങളുടെ ഈശ്വരഭക്തി കൊണ്ട് മാത്രമാണ് ഇതുവരെ പിടിച്ചു നിന്നത്. അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും അയാളുടെ തിരട്ട് ഫാമിലിയുടെയും തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെ വ്യാപകരില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഭയങ്കര ആത്മാർത്ഥത. സംരക്ഷണം ഏറ്റെടുത്തതോട് കൂടിയിട്ട് കേരളത്തിലെ പോലീസിന്റെ വിചാരം അവരും ഗുണ്ടകളായി മാറിയെന്ന. എടാ, ഞാൻ നിങ്ങളൊക്കെ തീറ്റിപ്പോറ്റുന്നതേ വെറും കള്ളന്മാരെയും കൊള്ളക്കാരെയും പോലെയല്ല, എന്റെ സ്വന്തം കുട്ടികളെ പോലെയാ. പോലീസും ഞങ്ങളും തമ്മിൽ 50-50 ഡീലിങ്സാ. പോലീസോ? They are my friend. പോലീസിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. കുഴപ്പമായി തോന്നുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. നാളെയും മറ്റന്നാളും ഇനി അങ്ങോട്ട് ഈ നിരാഹാര സമരം ഉള്ളിടത്തോളം ദിവസങ്ങളിൽ ഇവിടെ വിവിധ സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടാകും. ആ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി കടന്നു വരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ അങ്ങ് കൈകാര്യം ചെയ്യാമെന്നാണ് പോലീസുകാരൻ വിചാരിക്കുന്നതെങ്കിൽ ആ പോലീസുകാരോട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഞങ്ങൾ നിരാഹാര പന്തലിൽ സമരമിരിക്കുകയാണ്, അല്ലാതെ മോർച്ചറിയിൽ മൃതശരീരമായിട്ടിരിക്കുകയല്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്താൽ ആ സെക്രട്ടേറിയറ്റിന്റെ വളപ്പിലേക്ക്, ആ ബാരിക്കേഡിലേക്ക് ഞങ്ങളൊരു വരവ് അങ്ങ് വരും. പിന്നെ ഞങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ആ വരവ് നീ ഒന്നും താങ്ങത്തില്ല. നമ്മൾ തമ്മിൽ വേണോ വെച്ചു? പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് കേസ് പ്രശ്നം അടിച്ചു. എന്നെ ഒരുത്തൻ അടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഹെൽമറ്റ് വെച്ചിട്ട്, മോട്ടോർ ഹെൽമറ്റ് വെച്ചിട്ട് എങ്ങനെയാ പോലീസ്? ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ്? എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റന്റ് ആക്കോ? എവിടെ ആക്ഷൻ എടുക്കോ? നെയിം ബോർഡില്ല, മോട്ടോർ ഹെൽമറ്റ് ആകാശമല്ലോ. അതിനുശേഷം എവിടെ റിനോ? എവിടെ മുഖത്തടിച്ചു. KSU പ്രസിഡന്റ് തലക്കടിച്ചു. ഞങ്ങൾ മാറ്റം വന്നല്ലേ? അവരിങ്ങനെ തല്ലി ചതക്കലോടാ കാലപാടാ. നോക്ക്, ഇപ്പോഴുണ്ടല്ലോ ഇവിടെ ആ മോട്ടോർ വാഹനത്തിന് ആ ഹെൽമെറ്റ് വെച്ചവൻ. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഈ റാങ്ക് ഹോൾഡേഴ്സിന് വലിയ കേസ് നമുക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാം. മതിയോ? അപ്പൊ ആശാൻ എന്റെ കാല് തല്ലി ഓടിക്കണ്ടേ? അയ്യോ, എന്തിന്? അനിയന് വേണമെങ്കിൽ ഈ എന്റെ കാല് തല്ലി ഓടിച്ചു. എടാ എൽദോ, എന്റെ അനിയന്റെ കാലിലേക്ക് തൊട്ടുപോയാൽ കൊന്നുകളി. എൽദോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി.
എന്ത് എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന് ആ ഇനി എന്റെ അനിയന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം ഞാൻ പോകുന്നു ബൈ ബൈ